മുനിസിപ്പാലിറ്റിക്ക് ആകെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രി മാത്രമാണുള്ളത്. അതുപോലും വേണ്ട രീതിയിൽ പരിപാലിക്കാൻ കഴിയാത്ത നാണം കെട്ട കൊള്ളരുതാത്തൊരു ഭരണസമിതിയാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കെട്ടിടം അപകടാവസ്ഥയിലാണ്. ജനങ്ങൾ ജാഗ്രത പാലിക്കുക. ഇത്തരമൊരു സൂചനാ ബോർഡ് സ്ഥാപിച്ചവർ തന്നെ എന്തു ധൈര്യത്തിലാണ് ഇവിടെ ചികിത്സ നടത്തുന്നത്? പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായി വരുന്ന ഉഴിച്ചിൽ കേന്ദ്രമാണ് എൻ്റെ പിറകിലായി കാണുന്നത്. ഇവിടെ ഉഴിച്ചിലിനായി എത്തുന്നവരെ എണ്ണത്തോണിയിലേക്ക് എടുക്കാനാണോ നഗരസഭയുടെ തീരുമാനം? പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് കീഴിലെ ഏക ആയുർവേദ ആശുപത്രിയാണ് ജൂബിലി റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി. പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശത്തെയും നിരവധി ആളുകൾ വിവിധ അസുഖങ്ങൾക്കായി ഈ ആയുർവേദ ഡിസ്പെൻസറിയെ ആശ്രയിക്കുന്നുണ്ട്. എന്നാൽ ആശുപത്രിയുടെ ആദ്യഘട്ടത്തിൽ തന്നെയുള്ള ഓടിട്ട കെട്ടിടത്തിലാണ് ഇപ്പോഴും ഇതിന്റെ ഭാഗമായുള്ള ഉഴിച്ചിൽ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന ഈ കെട്ടിടം ഇടിഞ്ഞു വീഴാറായ അവസ്ഥയിലാണ്. എന്നാൽ ഉഴിച്ചിൽ കേന്ദ്രത്തിനായി പുതിയതായി ആരംഭിച്ചിരുന്ന കെട്ടിടം പണി പൂർത്തിയാകാതെ കാട് പിടിച്ചു കിടക്കുകയാണ്. 3 നിലകളിലായി പ്രവർത്തനം ആരംഭിക്കാനിരുന്ന കെട്ടിടത്തിന്റെ 2 നിലകളും പണി പൂർത്തിയാക്കി ബാക്കിയുള്ള പണി പാതി വഴിയിൽ ഉപേക്ഷിച്ച മട്ടാണ്. 4 വർഷത്തോളമായി ഉഴിച്ചിൽ കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടം കാട് പിടിച്ചു കിടക്കുന്നു. പഴയ കെട്ടിടം ഭീഷണിയിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമുള്ള സൂചനാ ബോർഡ് നഗരസഭ തന്നെ ഉഴിച്ചിൽ കേന്ദ്രത്തിന് മുൻപിൽ സ്ഥാപിച്ചിട്ടും പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിച്ച് ഉഴിച്ചിൽ കേന്ദ്രത്തെ ഇതിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ജൂബിലി റോഡിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ആയുർവേദ ആശുപത്രി ഇന്ന് പരിതാപകരമായ സാഹചര്യത്തിൽ അത് നടന്നു പോവുകയാണ്. അതവിടെ പോയി കാണുന്ന അതല്ലെങ്കിൽ അവിടെ വന്ന് പരിശോധിക്കുന്ന ഏതൊരാൾക്കും അത് ബോധ്യപ്പെടും. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആ ഓട് മേഞ്ഞ ആ കെട്ടിടം, അതിലാണ് ഇന്ന് അതിൻ്റെ ഉഴിച്ചിലും മറ്റു തുടർ ചികിത്സകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കെട്ടിടം പൊളിഞ്ഞു വീഴാറായ ഒരു സാഹചര്യത്തിൽ നിലനിൽക്കുകയാണത്. ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്ത് തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, നഗരസഭ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്, ബിൽഡിങ് അപകടാവസ്ഥയിലാണ്, സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. ആ ബോർഡ് ഇപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. അത് വെച്ച ആളുകൾ തന്നെ അവിടെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഞങ്ങൾ കൗൺസിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ അവസാനം 2 ദിവസം മുമ്പ് ചേർന്ന കൗൺസിൽ യോഗത്തിനും ഞാൻ ഈ വിഷയം ഉന്നയിച്ചു. ചെയർമാൻ അതിന് മറുപടി പറഞ്ഞത് ഒരു 4 മാസം കൊണ്ട് നിലവിലുള്ള പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നതാണ്. 4 കൊല്ലമായിട്ട് ആ കെട്ടിടം, പുതിയ കെട്ടിടത്തിൻ്റെ പണി അവിടെ ബ്ലോക്കായി കിടക്കുകയാണ്. ആർക്കും അത് അവിടെ പോയി കാണാൻ കഴിയും. നഗരസഭയ്ക്ക് കീഴിലാകെയുള്ള ആയുർവേദ ആശുപത്രിയും ഹോമിയോ മെഡിക്കൽ സെന്ററും വേണ്ട വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നഗരസഭ ശ്രമിക്കുന്നില്ലെന്നും ഭരണസമിതിയുടെ ഉത്തരവാദിത്തങ്ങൾ അവർ നടപ്പിലാക്കിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുനിസിപ്പാലിറ്റിക്ക് ആകെ ഉള്ളത് ഞാൻ ഈ പറഞ്ഞ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രി മാത്രമാണുള്ളത്. അതുപോലും വേണ്ട രീതിയിൽ പരിപാലിക്കാൻ കഴിയാത്ത നാണം കെട്ട കൊള്ളരുതാത്തൊരു ഭരണസമിതിയാണ് ഇന്ന് പെരിന്തൽമണ്ണയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് അവരുടെ ഭാഗത്തു നിന്നാണ്. അവർ സംസ്ഥാന ഗവൺമെൻറ്റിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഇതിന് പരിഹാരം ഉണ്ടാവും, സാമ്പത്തിക സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അത് ഇടപെടാൻ പോലും ഈ ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ശക്തമായ രീതിയിലേക്ക് നഗരസഭയിലെ മുഴുവൻ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ നഗരസഭയ്ക്കെതിരെ ശക്തമായ രീതിയിൽ പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ UDFൻ്റെ നേതൃത്വത്തിൽ, അതല്ലെങ്കിൽ ജനങ്ങളെ മുഴുവൻ അണിനിർത്തിക്കൊണ്ട് വലിയ ഒരു സമര മുന്നേറ്റം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയാണ്. പാവപ്പെട്ട 100 കണക്കിന് ജനങ്ങൾക്ക് ആശ്രയമായി തീരുന്ന ആയുർവേദ ആശുപത്രിയെ നവീകരിച്ച് അതിലാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് നഗരസഭയുടെ മാത്രം കടമയാണ്. ഇടിഞ്ഞുപൊളിഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഉഴിച്ചിൽ കേന്ദ്രത്തിന് ഒരു മോചനം നൽകാൻ നഗരസഭ ശ്രമിച്ചേ മതിയാകൂ. പെരിന്തൽമണ്ണ നഗരസഭയുടെ കീഴിലുള്ള ആയുർവേദ ആശുപത്രിയുടെ ഭാഗമായുള്ള ഉഴിച്ചിൽ കേന്ദ്രത്തിനായുള്ള പുതിയ കെട്ടിടം 4 വർഷമായിട്ടും പണി പൂർത്തിയാകാതെ കാടുമൂടിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ നിലംപൊത്താറായ കെട്ടിടത്തിൽ നിന്നും നഗരസഭ എത്രയും വേഗം പുതിയ കെട്ടിടത്തിലേക്ക് ഉഴിച്ചിൽ കേന്ദ്രം മാറ്റണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ക്യാമറാമാൻ സുനിൽ മോഹനൊപ്പം അശ്വിനി മോഹൻദാസ്, ചാനൽ 10.
പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.